മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. മുട്ട പുഴുങ്ങുകയും വേണ്ട, പൊളിക്കുകയും വേണ്ട. മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചില കുട്ടികൾക്ക് ഈ പുഴുങ്ങുമ്പം ആ മുട്ടയുടെ ചുമലക്കരുവ് കഴിക്കാൻ വലിയ വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും, അവരൊക്കെ ആസ്വദിച്ച് കഴിക്കും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ടൊരു 4 സവാള എല്ലാം തോല് കളഞ്ഞ് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചോപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ, അങ്ങനെ അത്രയും ചെറുപ്പമല്ലാത്ത രീതിയിൽ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിൽ തൊടാതെ കിടക്കത്തക്ക, അപ്പോഴാണ് നമുക്കിത് മൂത്ത് വരാനും നല്ല ഗ്രേവിയും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മുട്ട 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട നമ്മൾ പുഴുങ്ങുന്നില്ല കേട്ടോ, ഇത് നമ്മൾ ആവിക്കകത്താണ് പുഴുങ്ങുന്നത്. അതിനായിട്ടാണ് ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടില്ല. ചൂടാകുന്നതിന് മുമ്പേ വേണം നമ്മളിതിനകത്ത് എണ്ണ തൂത്ത് കൊടുക്കണം. ഈ തട്ടിനകത്ത് എണ്ണ തൂത്ത് കൊടുക്കുന്ന മുട്ട അവിടെ പറ്റി പിടിക്കാതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം പെട്ടെന്നുള്ളതായി കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ മുട്ടയെല്ലാം പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ചില കുട്ടികൾക്ക് ഈ ചുമലക്കരുവ് എനിക്കും ഇഷ്ടമല്ല ആയിരുന്നു പണ്ട്, ഇപ്പം കഴിച്ചെല്ലാം പറ്റൂ. അങ്ങനെ ഈ ചുമലക്കരുവ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുക. പൊടിപൊടിയായിട്ട് വരുന്നത് ഇഷ്ടപ്പെടില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ നമ്മൾ വെള്ളക്കരുവ് കഴിക്കുന്ന അതേ കൂട്ട് തന്നെ ഈ ചുമലക്കരുവും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കഴിക്കാൻ. അപ്പോൾ ഇതിന് നമ്മൾ അടച്ചു വെച്ച് വേവുന്നിടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മുടെ സവാള എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സവാള വേവാൻ വേണ്ടി അല്ലെ മൂത്ത് കിട്ടാൻ വേണ്ടി എളുപ്പമാണല്ലോ, ഉപ്പും പിടിക്കും. നമ്മളിതേ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പും ചേർത്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമായും എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കും. ഇതൊന്ന് വെന്ത് സോഫ്റ്റ് ആകാൻ വേണ്ടി. അപ്പം നമ്മൾ തുറന്ന് നോക്കി ഒന്നുകൂടാണ്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ ഇതിളക്കി കൊടുക്കും. ഈ സമയത്താണ് നമ്മളിതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ല പോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിലോട്ട് ഈ സവാള എല്ലാം നീക്കിയിട്ട് നടുക്കോട്ട് ഇട്ട് കൊടുത്ത് ആ എണ്ണയെല്ലാം ഊറി വരുമല്ലോ, ആ സമയത്ത് അവിടെ കിടന്നൊന്നും മൂക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊന്നും ഒരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. ആദ്യം ഇടുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ ചതച്ച് ഇങ്ങനെ ഈ സമയത്ത് ചേർക്കുമ്പം നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് കിടന്നൊന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ സവാള എല്ലാം കൂടെ കൂട്ടിപ്പരട്ടി നന്നായിട്ട് അങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ്, ഏത് മസാല വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ സമയത്താണ് നമ്മൾ പച്ചമുളകും പച്ചമുളക് നേരത്തെ ചേർത്താൽ അങ്ങ് അലുത്ത് പോകും കേട്ടോ. അപ്പോൾ പച്ചമുളക് ആ എണ്ണയ്ക്കകത്ത് ഇതിൻ്റെ ചേർന്ന് അങ്ങ് മൂത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സമയത്ത് നമ്മൾ 2 ചെറിയ തക്കാളി, പഴുത്ത തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്ത് ഇതിനകത്തിട്ടങ്ങ് നമ്മൾ ആ എണ്ണയുടെ അകത്ത് കിടന്ന് നമ്മുടെ തക്കാളി നന്നായിട്ട് മൂക്കണം. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ആ ഗ്രേവിക്ക് കിടന്ന് ഇതിൻ്റെ പച്ച ചൊവയും ഒക്കെ മാറി നമ്മുടെ തക്കാളി നല്ലതുപോലെ മൂക്കണം. അതേ രീതിയിൽ നമ്മൾ ഇതിനകത്തിട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ മസാലക്കൂട്ടിനകത്തിട്ട് എല്ലാം വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ പച്ചച്ചോയും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അല്ല നമ്മൾ തക്കാളി ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചത് ലൂസാക്കിയാൽ പച്ചച്ചവ മാറില്ല, നല്ല ടേസ്റ്റും കിട്ടില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം സ്പ്രെഡ് ചെയ്ത് ഒഴിച്ച് കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് കൂട്ടി ഇളക്കണ്ടില്ല. നല്ല കൊഴുത്ത, നമുക്കിപ്പോൾ 3 പേർക്ക് കഴിക്കാനുള്ള ഗ്രേവി മതി. ഞങ്ങൾക്കിത് അധികവും വരും കേട്ടോ. അധികം വരുമ്പോൾ നല്ല അധികം വന്നു. പിന്നെ ഇതിലേക്ക് ഉപ്പുമൊക്കെ നോക്കി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പിന്നെ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഇളക്കി നമ്മളിതൊന്ന് ഇനി ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ മുട്ട കണ്ടിലെല്ലാം വെന്ത് ഇവിടെ തണുക്കാൻ മാറ്റി വെച്ചായിരുന്നു. അതുകൊണ്ട് ഇതൊന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ വരത്തില്ലെങ്കിലോ. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. മുട്ടയ്ക്കകത്ത് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ തന്നെ മുളകും ചേർത്ത് ഒന്ന് കൂട്ടി ഇളക്കി നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്യാതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ മുട്ടയെല്ലാം അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഈ മുട്ട തിരിച്ചും വിരിച്ചും ഇട്ട് ആ
പിന്നെ മസാലകളെല്ലാം ഇതിനെ മുട്ടയ്ക്കകത്തൊന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ കേട്ടോ. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും പിന്നെ അപ്പം കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിവിടെ നിന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കണ്ടില്ലേ, നമുക്ക് വേണത് കുത്തി ഇളക്കി ഇതിനകത്തോട്ട് ഗ്രേവി മേളിലിടാം. നമ്മളങ്ങനെ ചെയ്യുന്നില്ല, നമുക്ക് കഴിക്കാൻ നേരത്ത് ഇടാം അങ്ങനെ. അപ്പോൾ ഇതൊരു ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ കറിവേപ്പില കുറച്ചുകൂടെ അങ്ങോട്ട് തൂവിയിട്ട് നമ്മളിത് എണ്ണ ഇന്ന് തെളിയാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇതെല്ലാം കൊണ്ടൊന്ന് കൂട്ടി പരട്ടാം കേട്ടോ. അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ എത്ര പെർഫെക്റ്റായിട്ട് വന്നിരിക്കുന്നു. നമുക്ക് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരൂടെ ലൂസാക്കാം. നമുക്ക് ഇത്രയും മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. നമുക്ക് ഉള്ള കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ റെഡിയായി മക്കളെ. നല്ല കൊഴുത്ത ചാറുകളെയും മുട്ട നമ്മൾ അപ്പം കൂട്ടിയാണ് കഴിഞ്ഞ് വെള്ളയപ്പമാണ്. പാൻ അടുപ്പിൽ വെച്ച് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് ചട്ടി തൂത്തതിന് ശേഷം നമ്മൾ മാവ് കോരി ഒഴിച്ച് നല്ല സ്പോഞ്ച് പോലുള്ള അപ്പമാണ് കേട്ടോ. ഇടഭാഗം ഒന്ന് ഇച്ചിരി വെള്ളമായുള്ളതുകൊണ്ട് തിരിച്ചൊന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതും കൂട്ടിയാണ് ഇന്ന് മുട്ടക്കറി കഴിക്കുന്നത്. കണ്ടില്ലേ അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് ഒരു തവണയെങ്കിലും മക്കളെ എങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പഴയതുപോലെ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മക്കളെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബൂടെ ചെയ്ത് സഹായിക്കണം കേട്ടോ. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം.